ഗുഡ് ഈവനിങ് ആൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യായിരുന്നു. 100 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 101ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത് നോക്കാനുള്ളത്. വെൻ വാസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് ഫോം ചെയ്തത്, എന്നാണത് നിലവിൽ വന്നത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്നാണ് രൂപീകരിച്ചത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇതൊന്നും ഒരിക്കലും തെറ്റിക്കരുത്. 1885 ഉത്തരം. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885 അടുത്ത ചോദ്യം, ഹു അനൗൺസ്ഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? ബംഗാൾ വിഭജനം അനൗൺസ് ചെയ്തത് ആരാണ്, അല്ലെങ്കിൽ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ് എന്നുള്ളതാണ്. അന്നത്തെ വൈസ്രോയി ആയിരുന്ന കേഴ്സൺ പ്രഭു ആണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടപ്പിലാക്കിയത്. The phase between 1885-1905 is known as the period of the, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ 85 മുതൽ 1905 വരെയുള്ള കാലഘട്ടം എന്താണ് അറിയപ്പെട്ടിരുന്നത് എന്നുള്ളതാണ്. മോഡറേറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, Who was the first woman president of Indian National Congress? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണെന്നുള്ളതാണ്. ആനി ബെസന്റ് ആണ് ഉത്തരം. ഫോർ ദ ഫസ്റ്റ് ടൈം പൂർണ്ണ സ്വരാജ് വാസ് ഡിക്ലെയർഡ് ബൈ കോൺഗ്രസ് അറ്റ്, അതായത് കോൺഗ്രസിന്റെ ഏത് മീറ്റിംഗിലാണ് അല്ലെങ്കിൽ ഏത് സെഷനിലാണ് ആദ്യമായിട്ട് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഡിക്ലെയർ ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ലാഹോറിൽ നടന്നിട്ടുള്ള സെഷനിലാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ലാഹോർ സെഷനിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. Where was the first session of the Indian National Congress held in December 1885? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതെന്ന് നമുക്കറിയാം. അതിന്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എവിടെ വെച്ചിട്ടാണെന്നുള്ളതാണ്. ബോംബെയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് INC വാസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജി ആണ്. ഓക്കെ, വെൻ വാസ് റൗലറ്റ് സത്യാഗ്രഹ ലോഞ്ച്ഡ്? റൗലറ്റ് സത്യാഗ്രഹം തുടങ്ങിയത് എന്നാണെന്നുള്ളതാണ് ചോദ്യം. ഏപ്രിൽ 1919 ഏപ്രിൽ 6 1919 റൗലറ്റ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത്. In which region in 1918 Gandhiji organized the Satyagraha movement amongst cotton mill workers? അതായത് ഈ കോട്ടൺ മില്ലിലെ ജോലിക്കാർക്ക് വേണ്ടിയിട്ട് ഗാന്ധിജി 1918 ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഗാന്ധിജിയുടെ ആദ്യകാല സത്യാഗ്രഹങ്ങളിൽ 3 പഠിക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ കോട്ടൺ മില്ല് സത്യാഗ്രഹം നടക്കുന്നത് അഹമ്മദാബാദിലാണ്. Where did ഗാന്ധിജി സ്റ്റാർട്ട് ദ സോൾട്ട് സത്യാഗ്രഹ? ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? ഈസി ക്വസ്റ്റ്യൻ ആണ്. സബർമതി ആശ്രമത്തിൽ നിന്നാണ് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഫ്രം വേർ ദണ്ഡി മാർച്ച് വാസ് സ്റ്റാർട്ടഡ്? അപ്പൊ ഈ ഉപ്പ് സത്യാഗ്രഹത്തില് നടന്നിട്ടുള്ള ആ ഒരു ജാഥയെയാണ് എന്ത് വിളിക്കുന്നത്? ദണ്ഡി മാർച്ച് എന്ന് വിളിക്കുന്നത്. അപ്പൊ ദണ്ഡി മാർച്ച് സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്ന് തന്നെയാണ്? അത് സെയിം സബർമതി ആശ്രമത്തിൽ നിന്നാണ്. സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്കാണ് ദണ്ഡി മാർച്ച് നടത്തുന്നത് അല്ലെ. അപ്പൊ അത് ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ഇൻ, നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് വർഷത്തിലാണെന്നാണ് ചോദിക്കുന്നത്. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദ ഫസ്റ്റ് മാസ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി മഹാത്മാഗാന്ധി വാസ്, അതായത് മഹാത്മാഗാന്ധി ആദ്യമായിട്ട് സംഘടിപ്പിച്ച ആ ഒരു മാസ് മൂവ്മെന്റ് ഏതാണെന്നുള്ളതാണ്. മാസ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളെ ചേർത്തുകൊണ്ടുള്ള മൂവ്മെന്റ് ആണ്. അപ്പൊ മഹാത്മാഗാന്ധി സംഘടിപ്പിച്ച ആദ്യത്തെ ആ ഒരു മാസ് മൂവ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ്, അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനമാണ് അദ്ദേഹം ആദ്യമായിട്ട് സംഘടിപ്പിച്ചിട്ടുള്ള മാസ് മൂവ്മെന്റ് എന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ഈ ഇതിനോടനുബന്ധിച്ച് തന്നെ പഠിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അത് എന്തല്ല, നിസ്സഹകരണ പ്രസ്ഥാനമല്ല, അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിൽ നടത്തിയ ആദ്യത്തെ മാസ് മൂവ്മെന്റ് ആണ് ഏത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. മാസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യക്ക് ഒട്ടാകെയായിട്ട് നടത്തുന്ന സമരങ്ങളെയാണ് നമ്മൾ മാസ് മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ആ രണ്ട് ക്വസ്റ്റിനും കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിച്ചു വെക്കണം. അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ട്രൂ അബൌട്ട് സൈമൺ കമ്മീഷൻ റെക്കമെൻഡേഷൻ? അതായത് സൈമൺ കമ്മീഷൻ വരുന്നത് ഏത് വർഷത്തിലാണ്? ഒരു മിനിറ്റ് കേട്ടോ, 1872 തോന്നുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ ചോദ്യം ഏത് വർഷമാണെന്നുള്ളതല്ല, സൈമൺ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ എന്താണെന്നുള്ളതാണ് അല്ലെ? അല്ല, സൈമൺ കമ്മീഷൻ അറൈവ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത് തന്നെയാണ്. 1933, 1928, 1937, 1931 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ അതിലെ എനിക്ക് തോന്നുന്നു അതിലെ ഉത്തരങ്ങളൊന്നും കറക്റ്റ് അല്ലാന്ന് തോന്നുന്നു. യെസ്. അപ്പോ ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, നിങ്ങൾ അത് ചെയ്തു വെക്കുക. സൈമൺ കമ്മീഷൻ നിലവിൽ വന്നത് 1927 കേട്ടോ, 28 സൈമൺ കമ്മീഷൻ 1927. നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ വാട്ട് ഈസ് ട്രൂ അബൌട്ട് സൈമൺ കമ്മീഷൻ റെക്കമെൻഡേഷൻ? ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സൈമൺ കമ്മീഷന്റെ റെക്കമെൻഡേഷനിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ്. അപ്പോ അബോളിഷൻ ഓഫ് സതി സൈമൺ കമ്മീഷനിൽ വരുന്നതല്ല, ലെജിസ്ലേച്ചർ അല്ല. അബോളിഷൻ ഓഫ് ഡയാർക്കി ആണ് ഇതിന്റെ ഉത്തരം. അബോളിഷൻ ഓഫ് ഡയാർക്കി എന്ന് പറഞ്ഞാൽ ദ്വിഭരണം, രാജഭരണം അല്ലെങ്കിൽ ദ്വിഭരണം എന്നൊക്കെയുള്ളതാണ് ഡയാർക്കി എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ, ഡയാസ് എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. അപ്പൊ ഡയാർക്കി എന്ന് പറഞ്ഞാൽ 2 രാജാക്കന്മാരോ അല്ലെങ്കിൽ 2 ഭരണകൂടവും ഒക്കെ ഒന്നിച്ചൊരു സ്ഥലം ഭരിക്കുന്നതിനെയാണ് ഡയാർക്കി എന്ന് പറയാം. അപ്പൊ ഇത് നിർത്തലാക്കിയത് എന്ത് പ്രകാരമാണ്? സൈമൺ കമ്മീഷൻ പ്രകാരമാണ്. ഉത്തരം അബോളിഷൻ ഓഫ് ഡയാർക്കി. 115ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, 1927 ആണ് കേട്ടോ ഉത്തരം. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ ഇങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1928 എഴുതി കൊടുക്കുക. കറക്റ്റ് ഉത്തരം 1927 ആണ്. അപ്പൊ എക്സാമിന് ഓപ്ഷനിൽ അത് ഉണ്ടാവുമായിരിക്കും. അതല്ല ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് പോണെയാളും വരുന്നതെങ്കിൽ നിങ്ങൾ 1927 എഴുതി കൊടുക്കുക. സൈമൺ കമ്മീഷൻ 7 അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. SS. ഓക്കെ, സൈമൺ കമ്മീഷൻ വാസ് അപ്പോയിന്റഡ് ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തത്? നമ്മുടെ ഭരണഘടനയില് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൈമൺ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് എന്നുള്ളതാണ് ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിൽ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഔട്ട്സൈഡ് ഓഫ് യൂറോപ്പ് were rural in 1900 or 1900? ഓക്കെ, അപ്പൊ 1900-ലൊക്കെ എന്താണ് യൂറോപ്പില് ഉണ്ടായിരുന്ന ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ, അതായത് വാട്ട് പ്രൊപ്പോർഷൻ ഓഫ് ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഔട്ട്സൈഡ് ഓഫ് യൂറോപ്പ് were rural in 1900 എന്നാണ് ചോദിക്കുന്നത്. അതായത് യൂറോപ്പിന് പുറത്ത് എന്താണ് ഗ്രാമപ്രദേശങ്ങളിൽ എത്ര ശതമാനം ജനങ്ങള് ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് 75 to 95% ആളുകളും എന്താണ് യൂറോപ്പിന് പുറത്ത് ഗ്രാമപ്രദേശങ്ങളിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അതിന്റെ ഉത്തരം. അതായത് യൂറോപ്പിൽ മാത്രമാണ് എന്തുണ്ടായിരുന്നത്, സിറ്റി ലൈഫ് കൂടുതലും 1900-ലൊക്കെ ഉണ്ടായിരുന്നത് എന്നാണ് പറയണത്. Were such fuel supplies located in 1900? ഇനി എവിടേക്കാണ് ഈ ഒരു ഫ്യൂവൽ സപ്ലൈ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഔട്ട്സൈഡ് ഓഫ് യൂറോപ്പ് ആൻഡ് US. US-ലും യൂറോപ്പിന് പുറത്തുമാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു. When World War I started, who of the following was the president of the US? ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്ന സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ആരായിരുന്നു, അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്ത് എന്താണ് അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ആരായിരുന്നു? വുഡ്രോ വിൽസൺ ആയിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അമേരിക്കയുടെ
പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. 1914 അല്ലെ. അപ്പൊ ആ ഒരു 1914 ആരായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്? വുഡ്രോ വിൽസൺ ആയിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ദ മെയിൻ കോസ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്? ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്താണ് ഒന്നാം വേൾഡ് വാറിന്റെ, ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ, ഞാനിവിടെ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാണ് പറഞ്ഞിട്ടോ, അറിയാതെ പറഞ്ഞതാണ്. ഒന്നാം ലോക മഹായുദ്ധമാണ് വേൾഡ് വാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, മലയാളം പെട്ടെന്ന് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. അപ്പം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ പ്രധാന കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് അറിയുന്നതാണ്. എന്താണ്? ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിന്റെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മരണമായിരുന്നു, അല്ലെ, അദ്ദേഹത്തിന്റെ കൊലപാതകമായിരുന്നു വീണ്ടും അതന്നെയാ വരുന്നത്, ഒന്നാം ലോക മഹായുദ്ധത്തിനുള്ള കാരണം എന്ന് പറയുന്നത്, അല്ലെ, നമുക്കറിയാം. ദെൻ അടുത്ത ചോദ്യം, when did the US declare war on German ally Austria-Hungary in World War I? ഒന്നാം ലോക മഹായുദ്ധത്തില് എപ്പോഴാണ് അമേരിക്ക ജർമ്മനിയുടെ കൂട്ടുകെട്ടുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് എന്നാണ് ചോദ്യം. ഡിസംബർ 7-ാം തീയതി 1917 അമേരിക്ക ഇവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, വേൾഡ് വാർ ഫസ്റ്റ് വാസ് വൺ ബൈ ഹൂം? ഒന്നാം ലോക മഹായുദ്ധം വിജയിച്ചത് ആരാണെന്നുള്ളതാണ്. ആരായിരുന്നു വിജയിച്ചത്? ദ അലൈസ് പവേഴ്സ് ആയിരുന്നു വിജയിച്ചത്, അല്ലെ. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇറ്റലി, ആ ഒരു സഖ്യമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം വിജയിച്ചത്. ദ അലൈസ് പവേഴ്സ് ആയിരുന്നു വിജയിച്ചത് എന്നുള്ളത് ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രീറ്റി വാസ് സൈൻഡ് അറ്റ് ദ എൻഡ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ് ബൈ ദ അലൈഡ് ആൻഡ് അസോസിയേറ്റഡ് പവേഴ്സ് ആൻഡ് ബൈ ജർമ്മനി? എന്ന് വെച്ചാൽ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് ഒരു സമാധാന സംഘടനയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു അല്ലെങ്കിൽ ആ ഒരു സമാധാന കരാറിന്റെ, ആ ഒരു ഉടമ്പടിയുടെ പേരെന്താണെന്നാ ചോദിക്കുന്നത്. ഏതാണ്? ട്രീറ്റി ഓഫ് വേഴ്സായി ആണ്, അല്ലെ. വേഴ്സായി ഉടമ്പടിയാണ് ഉത്തരം. വിച്ച് കൺട്രി മെയ്ഡ് ഫസ്റ്റ് ഡിക്ലറേഷൻ ഓഫ് വാർ? ഒന്നാം ലോക മഹായുദ്ധം ഏത് രാജ്യമാണ് ആദ്യം പ്രഖ്യാപിച്ചത് എന്നുള്ളതാണ്. ഓസ്ട്രിയ ഹംഗറിയാണ് ഫസ്റ്റ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്, അല്ലെ. ആർക്കെതിരെ? സെർബിയക്കെതിരെ. അതിന്റെ കാരണം നമുക്കറിയാം, എന്താണ്, ഫെർഡിനാൻഡിനെ കൊന്നതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിലെ ആദ്യത്തെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ഓസ്ട്രിയ ഹംഗറിയാണ്. ഇൻ വാട്ട് സിറ്റി വാസ് ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് അസാസിനേറ്റഡ്? ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത് എന്നാണ്. സർജാവോയിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ സർജാവോ ക്രൈസിസ്, സർജാവോ പ്രതിസന്ധി എന്നൊക്കെ ഈ ഒരു കൊലപാതകം അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് സർജാവോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. വാട്ട് വാസ് ദ അനദർ നെയിം ഗിവൺ ടു വേൾഡ് വാർ ഫസ്റ്റ്? ഒന്നാം ലോക മഹായുദ്ധത്തിനെ നമ്മൾ മറ്റൊരു പേരിലും കൂടി വിളിക്കാറുണ്ട്. എന്താണ്? ദ ഗ്രേറ്റ് വാർ എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്, അല്ലെ. ദ ഗ്രേറ്റ് വാർ. ഇൻ വിച്ച് ഇയർ ദ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി വാസ് ഫോംഡ്? ഇനി നമ്മൾ റഷ്യൻ റവല്യൂഷനിലേക്ക് കയറിയിട്ടുണ്ട്. ഏത് വർഷത്തിലാണ് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപീകരിച്ചത്? 1898 ഈ ഒരു പാർട്ടി രൂപീകരിക്കുന്നത്. എ മേജർ കോസ് ഓഫ് ദ റഷ്യൻ റവല്യൂഷൻ ഓഫ് 1917 വാസ്? 1917 റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഷാർപ്പ് ഇക്കണോമിക് ഡിഫൻസ് ബിറ്റ്വീൻ സോഷ്യൽ കോസസ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തരുമ്പോൾ എന്താണ് അതിന്റെ ഉത്തരമായിട്ട് വരുന്നത്? ഇതാണ്, എക്സിസ്റ്റൻസ് ഓഫ് ഷാർപ്പ് ഇക്കണോമിക് ഡിഫൻസ് ബിറ്റ്വീൻ സോഷ്യൽ കോസസ്. എന്ന് വെച്ചാൽ എന്താണ്? ധാരാളം സാമൂഹികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ കൂടെ എന്തുകൂടി വന്നു? ഭയങ്കരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നു വന്നു. ഇതായിരുന്നു റഷ്യൻ റവല്യൂഷന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഓക്കെ, the slogan workers of the world unite was associated to? ഈ ഒരു സ്ലോഗൻ വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ് എന്താണ്? ലോക തൊഴിലാളികളെ ഒന്നിക്കൂ എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ കിടക്കുന്നത്. ഓക്കെ, വിച്ച് ഇയർ വാസ് നോൺ ആസ് ദ ബ്ലഡി സൺഡേ? ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബ്ലഡി സൺഡേ എന്നറിയപ്പെടുന്ന സംഭവം നടന്നിട്ടുള്ള വർഷം ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഓക്കെ, ബ്ലഡി സൺഡേ
നമ്മൾ പഠിച്ചിട്ടുള്ള ബ്ലഡി സൺഡേ ഇവിടെ 1972 എന്ന് നിങ്ങൾക്ക് ഒരു ഉത്തരം കാണാൻ പറ്റും. 1972 ഒരു എന്താണ് പറയാ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അതിനെ ബ്ലഡി സൺഡേ എന്ന് വിളിക്കാറുണ്ട്. അത് ആക്ച്വലി ഒരു എന്താണ് 26ഓളം ബ്രിട്ടീഷ് സോൾജിയേഴ്സിനെ കൊല്ലപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു 1972 ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. ഓക്കെ, ബ്രിട്ടീഷ് സോൾജിയേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ബോക്സൈഡ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലെ നോർത്തേൺ അയർലാൻഡിലെ ഒരു സിറ്റിയാണിത്, ബോക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിറ്റിയിലെ ജനങ്ങളെ എന്താണ് ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഒരു 26ഓളം ജനങ്ങളെ ബ്രിട്ടീഷ് സോൾജിയേഴ്സ് വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ ഒരു സംഭവവും എന്താണ് അറിയപ്പെടുന്നത്, ആക്ച്വലി ഈ സംഭവവും അറിയപ്പെടുന്നത് ബ്ലഡി സൺഡേ എന്നാണ്. പക്ഷേ നമ്മൾ പഠിച്ചിട്ടുള്ള ബ്ലഡി സൺഡേ അതല്ല. അപ്പൊ ഇതില് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത്, 1972 ആണ് ഉത്തരം വരുന്നത്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ള ബ്ലഡി സൺഡേ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് നടന്നിട്ടുള്ളത് 1905 കേട്ടോ. അപ്പൊ ആ ചോദ്യമാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ഈ ഒരു സംഭവം നമ്മൾ എടുത്തിട്ടുള്ള ഭാഗങ്ങളിലൊന്നും ഈ ബ്ലഡി സൺഡേയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് അവിടെ ഓപ്ഷൻ മാറ്റിയിട്ട് തന്നെ നോട്ട് ചെയ്ത് വെക്കുക. 1905 നമ്മൾ പഠിക്കുന്ന ബ്ലഡി സൺഡേ നടക്കുന്നത് റഷ്യയിൽ. ഓക്കെ, ഹു വാസ് ദ ഫാദർ ഓഫ് റഷ്യൻ റവല്യൂഷൻ? റഷ്യൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വ്ളാഡിമിർ ലെനിൻ ആണ് റഷ്യൻ റവല്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ദ ടേം പ്രൊലറ്റേറിയറ്റ് റെഫേഴ്സ് ടു, പ്രൊലറ്റേറിയറ്റ് എന്ന് പറയുന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ലാൻഡ് ഓയിങ് അരിസ്റ്റോക്രസി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്താ അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാല്? അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരു സൊസൈറ്റിയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അരിസ്റ്റോക്രസി എന്നൊക്കെ വിളിക്കുക. എന്ന് വെച്ചാൽ പ്രഭുക്കന്മാര് എന്നുള്ളത് കൊണ്ട് എന്ന് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ ലാൻഡ് ഓയിങ് അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭൂമിയൊക്കെ കൈവശം വെച്ചിരിക്കുന്ന പ്രഭുക്കന്മാര്, അതാണ് പ്രൊലറ്റേറിയറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് അതർ നെയിം ഈസ് ദ റഷ്യൻ റവല്യൂഷൻ നോൺ ആസ്? റഷ്യൻ റവല്യൂഷൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ് എന്നുള്ളതാണ്. ബോൾഷേവിക് റവല്യൂഷൻ അല്ലെങ്കിൽ ബോൾഷേവിക് വിപ്ലവം എന്നാണ് റഷ്യൻ റവല്യൂഷൻ മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്നത്. ഫ്രം വേർ ഡിഡ് വേൾഡ് വാർ 2 സ്റ്റാർട്ട് ഓൺ സെപ്റ്റംബർ 1939? ഇപ്പൊ ഇവിടെ 2 പോയിന്റ് വരുന്നുണ്ട്. എന്നാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്? ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. സെപ്റ്റംബർ 1939 സെപ്റ്റംബർ 1 1939. എവിടെയാണ് രണ്ടാം ലോക മഹായുദ്ധം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടത് എന്നുള്ളതാണ്. യൂറോപ്പിലാണ് ഈ ഒരു യുദ്ധം തുടങ്ങി വെക്കുന്നത്, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബാറ്റിൽ ഇൻ വേൾഡ് വാർ 2? ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ഏതാണെന്നുള്ളതാണ്. ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് എന്നാണ് ആ ബാറ്റിലാണ്. അതായത് പല രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യുദ്ധം നടന്നിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റിൽ എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് സ്റ്റാലിൻഗ്രാഡ് ആണ്. ദെൻ 136ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് എന്നാണ്? ഇൻ വാട്ട് ഇയർ ഡിഡ് വേൾഡ് വാർ 2 സ്റ്റാർട്ടഡ്? ഇവിടെയും ഓപ്ഷൻസിൽ എന്തില്ല, നമ്മളുടെ ഉത്തരം ഇല്ല. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത് 1939 ഓക്കെ, അപ്പൊ അതും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഇൻ വിച്ച് മന്ത് ഓഫ് 1939 എക്സാക്ട്ലി ഡിഡ് ഇറ്റ് ബിഗിൻ? ഏത് മാസത്തിലാണ്? അതും നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെപ്റ്റംബറിലാണ്. സെപ്റ്റംബർ 1931. ഇനി സെപ്റ്റംബർ 1 അതും കൂടി ഓർത്ത് വെച്ചോളൂ. വാട്ട് വാസ് ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് വേൾഡ് വാർ 2? ഒന്നാം ലോക മഹായുദ്ധം നടക്കാനുള്ള പ്രധാന കാരണം എന്താണ്? സർജാവോ ക്രൈസിസ് ആയിരുന്നു. അതുപോലെ രണ്ടാം ലോക മഹായുദ്ധം നടക്കാനുണ്ടായിട്ടുള്ള എന്താണ് പെട്ടെന്നുണ്ടായ കാരണം എന്താണെന്നുള്ളതാണ്. പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? പോളണ്ട് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. നാസി പാർട്ടി എന്ത് ചെയ്തു? പോളണ്ട് ആക്രമിച്ചു, അല്ലെങ്കിൽ ജർമ്മനി പോളണ്ട് ആക്രമിച്ചതാണ് രണ്ടാം ലോക മഹായുദ്ധം പുറപ്പെടാനുണ്ടായിട്ടുള്ള പെട്ടെന്നുണ്ടായ കാരണം. വിച്ച് കൺട്രീസ് ഡിക്ലെയർഡ് വാർ ഫസ്റ്റ് ഇൻ വാർ സെക്കൻഡ്? അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിലെ ആദ്യത്തെ യുദ്ധം
പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. UK-യും ഫ്രാൻസും ആണ്. UK-യും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. വിച്ച് എന്നറിയപ്പെടുന്ന രാജ്യങ്ങള് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആക്സിസ് പവേഴ്സ് എന്നറിയപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ചുതണ്ട് ശക്തികൾ എന്നാണ് മലയാളത്തിൽ പറയാ. അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങള് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഈ 3 രാജ്യങ്ങളും ചേർന്നിട്ടാണ് അച്ചുതണ്ട് ശക്തികൾ എന്നറിയപ്പെട്ടിരുന്നത്. വിച്ച് US president ordered the dropping of nuclear weapon of Japan? ജപ്പാനില് ആണവാക്രമണം നടത്താൻ വേണ്ടിയിട്ട് ഓർഡർ ഇട്ട US പ്രസിഡന്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഹാരി എസ് ട്രൂമാൻ ആയിരുന്നു. ഓക്കെ, അപ്പോ ജപ്പാനില് 1945-ലാണ് അമേരിക്ക എന്ത് ചെയ്യുന്നത്? ബോംബ് വർഷിക്കുന്നത്. അപ്പൊ ആ സമയത്ത് US പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ ആണ്. What was the name of plane that carried the atomic bomb that was dropped on Hiroshima? ഹിരോഷിമയില് ബോംബ് വർഷിച്ച ആ പ്ലെയിനിന്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച പ്ലെയിനിന്റെ പേരെന്താണ്? എനോല ഗേ എന്നുള്ളതാണ് ആ പ്ലെയിനിന്റെ പേര്. ഓക്കെ, പ്ലെയിനിന്റെ പേര് എന്താണ്? ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച പ്ലെയിനിന്റെ പേര് എനോല ഗേ എന്നാണ്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഓർത്ത് വെക്കുക, അവിടെ ഇട്ട ബോംബിന്റെ പേര് എന്താണ്? ലിറ്റിൽ ബോയ് എന്നുള്ളതായിരുന്നു കേട്ടോ. ഹിരോഷിമയില് ലിറ്റിൽ ബോയ്, നാഗസാക്കിയില് ഫാറ്റ്മാൻ. വെൻ ഡിഡ് വേൾഡ് വാർ സെക്കൻഡ് എൻഡഡ്? എന്നാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത്? സെപ്റ്റംബർ 2, 1945-ലാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചത്. ഫാസിസ്റ്റ് മൂവ്മെന്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഡെവലപ്ഡ് ഇൻ? ഈ ഒരു ഫാസിസം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ്, ബൈ മുസോളിനി. നമുക്ക് അറിയാവുന്നതാണ്. ഫാസിസ്റ്റ് വിഷ് ടു എസ്റ്റാബ്ലിഷ് ദ ലീഡർഷിപ്പ് ഓഫ്? ഇനി എന്നുള്ളതാണ്. ഫാസിസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒറ്റ നേതാവിന്റെ കീഴിലുള്ള ഭരണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ലീഡർഷിപ്പ് ഓഫ് വൺ ലീഡർ ആണ് ഫാസിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഫാസിസ്റ്റ് ബിലീവ് ഇൻ? ഫാസിസം വിശ്വസിച്ചിരുന്നത് ഈ താഴെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസിൽ ഏത് കണ്ടീഷനെ ആയിരുന്നു എന്നുള്ളതാണ്. 1 സ്റ്റേറ്റ് 1 പാർട്ടി 1 ലീഡർ. അതാണ് ഫാസിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു രാജ്യം, ഒരു പാർട്ടി, ഒരു ലീഡർ അല്ലെ. 1 people 1 state 1 leader was the policy of? അപ്പൊ ഈ ഒരു പോളിസി നടപ്പിലാക്കിയത് അല്ലെങ്കിൽ ഈ ഒരു പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? നമ്മുടെ ഹിറ്റ്ലർ ആണ്. ഉത്തരം. ദ നാസി പാർട്ടി ഹാഡ് ബിക്കം ദ ലാർജസ്റ്റ് പാർട്ടി ബൈ? നാസി പാർട്ടി ഏറ്റവും വലിയ പാർട്ടിയായിട്ട് മാറിയത് ഏത് വർഷത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. 1932-ലാണ്. ദ കൺട്രി ദാറ്റ് ഡ്രോപ്ഡ് ആറ്റം ബോംബ് ഓൺ ഹിരോഷിമ ഇൻ ജപ്പാൻ? ജപ്പാനില് ഹിരോഷിമയില് ആറ്റം ബോംബ് വർഷിച്ച രാജ്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അമേരിക്ക. ഹു വർ ദ വേഴ്സ്റ്റ് സഫേഴ്സ് ഇൻ നാസി ജർമ്മൻ? നാസി ജർമ്മനിയിൽ, അതായത് നാസി പാർട്ടിയുടെ കീഴിൽ ഉണ്ടായിരുന്ന ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ച വിഭാഗം ഏതാണെന്നാണ്? ജൂതന്മാരാണ്. ഓക്കെ, ജൂസ് അല്ലെങ്കിൽ ജൂതന്മാരാണ്. ഹു റോട്ട് മെയിൻ കാഫ്? ആരുടെ ആത്മകഥയാണ് മെയിൻ കാഫ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആത്മകഥയാണ് മെയിൻ കാഫ്. മുസോളനീസ് ആംഡ് ഗാങ്സ് വേർ കോൾഡ്? മുസോളനിയുടെ എന്താണ് രഹസ്യ സൈന്യം അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു? ബ്ലാക്ക് ഷർട്ട് അല്ലെങ്കിൽ എന്താണ് കറുത്ത കുപ്പായക്കാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. വാട്ട് ഡസ് PRC സ്റ്റാൻഡ്സ് ഫോർ? PRC എന്നതിന്റെ ഫുൾ ഫോം എന്താണെന്നാണ്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നുള്ളതാണ് ഉത്തരം. Which symbol symbolized the end of the World War? വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധം ബെർലിൻ വാൾ ഉപരോധത്തിന്റെയൊക്കെ എന്താണ് തകർച്ച മഹായുദ്ധം അവസാനിപ്പിച്ചത്. വിച്ച് ലീഡർ കോയിൻഡ് ദ ഫേമസ് ടേം അയേൺ കർട്ടൻ?
അയേൺ കർട്ടൻ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. അത് ആരാണ് ഉപയോഗിച്ചത്? ആ ഒരു ടേം ആരെ കുറിച്ചാണ് പറയുന്നത്? വിൻസ്റ്റൺ ചർച്ചിലാണ് അങ്ങനെ ഒരു ടേം ഉപയോഗിച്ചിട്ടുള്ളത്. വിച്ച് കൺട്രീസ് ഫ്യൂച്ചർ വാസ് ഡിസ്കസ്ഡ് അറ്റ് യെയ്റ്റ കോൺഫറൻസ്? കോൺഫറൻസിൽ ഏത് രാജ്യത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്? പോളണ്ടിനെ കുറിച്ചിട്ടാണ്. ഹു ക്രിയേറ്റഡ് നാറ്റോ മിലിറ്ററി അലയൻസ് ഇൻ 1949? 1949 നാറ്റോ മിലിറ്ററി അലയൻസ് ആരാണ് ക്രിയേറ്റ് ചെയ്തത്? മിലിറ്ററി അലയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിലധികം രാജ്യങ്ങളുടെ മിലിറ്ററി ഒന്നിച്ചു നിൽക്കുന്നതിനെയാണ് അലയൻസ് എന്ന് വിളിക്കുക. സോ നാറ്റോ മിലിറ്ററി അലയൻസ് 1949 ക്രിയേറ്റ് ചെയ്തത് ഏത് രാജ്യമാണ് എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കയാണ് ഉത്തരം. USA. The Cuban Missile Crisis and the building of the Berlin Wall were. ഇനി ക്യൂബൻ മിസൈൽ പ്രതിസന്ധിയും അതുപോലെ തന്നെ ബെർലിൻ വാളിന്റെ നിർമ്മാണവും ഒക്കെ എവിടെയാണ് നടന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് നടന്നത് എന്നുള്ളതാണ്. ബെർലിൻ വാൾ ഉപരോധമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നടന്നിട്ടുള്ളത് പോസ്റ്റ് കോൾഡ് വാർ, അതായത് ശീത യുദ്ധത്തിന്റെ ശേഷം, ശീത സമരം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ക്രൈസിസ് ഡ്യൂറിങ് ദ കോൾഡ് വാർ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്, ഈ ബെർലിൻ വാളൊക്കെയാണ് ഈ ഒരു ശീതസമരത്തിന്റെ കാരണം. അപ്പോ ശീതസമരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരം പ്രതിസന്ധികളൊക്കെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോറിക്കൽ ഈവന്റ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ദ കോൾഡ് വാർ? താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് എന്താണ് ചരിത്രപരമായിട്ടുള്ള സംഭവമാണ് കോൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്തത് എന്നുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് അറിയുന്നതാണ്. ട്രീറ്റി ഓഫ് വേഴ്സായി ആണ്. ട്രീറ്റി ഓഫ് വേഴ്സായി ഇസ് റിലേറ്റഡ് വിത്ത് ദ വേൾഡ് വാർ 1, അല്ലെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രി വാസ് ദ പാർട്ട് ഓഫ് വെസ്റ്റേൺ ബ്ലോക്ക് ഇൻ ദ കോൾഡ് വാർ? ഈ താഴെ തന്നിട്ടുള്ള രാജ്യങ്ങളിൽ ഏത് രാജ്യമാണ് വെസ്റ്റേൺ ബ്ലോക്കിൽ പെട്ടിട്ടുള്ളത്? അതായത് കോൾഡ് വാർ നമുക്കറിയാം, ശീതസമരം എന്ന് പറയുന്നത് എന്താണ്, രണ്ട് സാമ്രാജ്യത്വ ശക്തികളും അതുപോലെ തന്നെ എന്താണ് സോഷ്യലിസ്റ്റ് ശക്തികളും തമ്മിലുണ്ടായിരുന്ന ആശയപരമായിട്ടുള്ള ആ ഒരു സമരത്തെയാണ് നമ്മൾ ശീതസമരം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതില് പശ്ചിമ ബ്ലോക്കിൽ ഉണ്ടായിരുന്ന രാജ്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബെൽജിയമാണ്. ബാക്കി ഇതിൽ കാണുന്ന മൂന്നും എന്തിലുള്ളതാണ്? നമ്മുടെ സോഷ്യലിസ്റ്റ് ബ്ലോക്കില് വരുന്നതാണ്. ഓക്കെ, വിച്ച് ഓർഗനൈസേഷൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഏപ്രിൽ 1949? നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പൊ നമുക്കറിയാം നാറ്റോ മിലിറ്ററി അലയൻസ്. അപ്പൊ നാറ്റോ ആണ് ഏപ്രിൽ 1949 നിലവിൽ വന്നിട്ടുള്ളത്. ദ കോൾഡ് വാർ വാസ് ഫോർട്ട് ബിറ്റ്വീൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം, USSR ആണ് ഉത്തരം. വെൻ USSR പ്ലേസ്ഡ്, ഇതിന്റെ അർത്ഥം പറയണോ? മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ശീതസമരം നടന്നിട്ടുള്ളത് ഏതൊക്കെ രണ്ട് ശക്തികൾ തമ്മിലാണെന്നാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും അതുപോലെ തന്നെ എന്താണ് USSR-ഉമാണ്. വെൻ USSR പ്ലേസ്ഡ് ന്യൂക്ലിയർ മിസൈൽ ഇൻ ക്യൂബ? USSR എന്നാണ് ക്യൂബയില് ന്യൂക്ലിയർ മിസൈല് വർഷിച്ചത് എന്നാണ് ചോദിക്കുന്നത്. 1962 കേട്ടോ. വാട്ട് വാസ് ദ ഫുൾ ഫോം ഓഫ് സെന്റോ? സെന്റോയിന്റെ ഫുൾ ഫോം എന്താണെന്നാണ്? ദി സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് എന്തിന്റെ ഫുൾ ഫോം? സെന്റോന്റെ ഫുൾ ഫോം. ദി വെസ്റ്റേൺ അലയൻസ് വാസ് ഹെഡഡ് ബൈ. അപ്പൊ എന്താണ് വെസ്റ്റേൺ അലയൻസ്, അതിന്റെ ഹെഡ് ആരായിരുന്നു എന്നുള്ളതാണ്. വെസ്റ്റേൺ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ തന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺട്രീസ് വാസ് നോട്ട് എ മെമ്പർ ഓഫ് നാറ്റോ? താഴെ തന്നിട്ടുള്ള രാജ്യത്തില് ഏതാണ് നാറ്റോയില് മെമ്പർ അല്ലാത്തത് എന്നാണ്. ഫ്രാൻസ് മെമ്പർ ആണ്, USA മെമ്പർ ആണ്, ഇംഗ്ലണ്ട് മെമ്പർ ആണ്. സോ നൺ ഓഫ് ദ അബവ് ആണ് ഉത്തരം. The Date century BC is known as an era of second urbanization in the Indian subcontinent. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രണ്ടാം നഗരവൽക്കരണ കാലഘട്ടം എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏതാണ് എന്നുള്ളതാണ്. 6ാം സെഞ്ചുറി ആണ് ഉത്തരം. ഓക്കെ, ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് അജീവിക സെക്ട്? അജീവിക സെക്ടിന്റെ ഫൗണ്ടർ ആരാണ് എന്നാണ് ചോദ്യം. അജീവിക സെക്ട് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു വിഭാഗത്തെ സ്ഥാപിച്ചത് ആരാണ്? അല്ലെങ്കിൽ ആ ഒരു വിഭാഗം എന്നല്ല, എന്താ പറയാ, ഈ നമുക്കറിയാം അജീവിക എന്ന് പറയുന്നത് എന്തിന്റെ പാർട്ടാണ്? നമ്മുടെ
ബുദ്ധിസത്തിന്റെ പാർട്ടാണ് അല്ലെ അജീവിക എന്ന് പറയുന്നത്. അപ്പം അത് ആരാണ് ഫൗണ്ട് ചെയ്തത് എന്നാണ് ചോദിക്കണത്. ഓക്കെ, അജീവിക ഫൗണ്ട് ചെയ്തത് മക്കാളി ഗോശാലയാണ്. Then, who is the founder of Buddhism? ബുദ്ധിസത്തിന്റെ സ്ഥാപകൻ ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഗൗതമ ബുദ്ധനാണ്. ആൻഡ് who Desh is regarded as the founder of Jainism. ജൈനിസത്തിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളതാണ് വർദ്ധമാന മഹാവീരനാണ്. Where did Buddha deliver his first sermon? ബുദ്ധൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രസംഗം എവിടെയാണ് നടത്തിയത് എന്നാണ് സാരാനാഥിലാണ്. ബുദ്ധ യൂസ്ഡ് വിച്ച് ലാംഗ്വേജ് ടു പ്രീച്ച് ഹിസ് വർക്ക്? അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണ് എന്നുള്ളതാണ് പാലി ഭാഷയാണ്. വിച്ച് ഓഫ് ദ കുശന റൂളർ പാട്രണൈസ്ഡ് ബുദ്ധിസം? ബുദ്ധിസം സ്വീകരിച്ചിട്ടുള്ള കുശാന വംശ റൂളർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഓഫ് ദ കുശാന റൂളർ പാട്രണൈസ്ഡ് ബുദ്ധിസം? ബുദ്ധിസം സ്വീകരിച്ച കുശാന വംശകൻ ആരാണ്? കനിഷ്കനാണ്. വർദ്ധമാന മഹാവീര, the 24th തീർത്ഥാങ്കര, ജൈനിസം വാസ് ബോൺ അറ്റ് ഡേഷ് ആൻഡ് ഡൈഡ് അറ്റ് ഡേഷ്. അതായത് വർദ്ധമാന മഹാവീരൻ എന്ന് പറയുന്നത് നമ്മുടെ 24ാമത്തെ തീർത്ഥങ്കരനാണ്. അദ്ദേഹം ജനിച്ചതും മരിച്ചതും എവിടെയാണെന്നാണ്. കാശിയിൽ ജനിച്ചു, ചമ്പയില് മരിച്ചു. ഡ്യൂറിങ് ഹൂസ് റേ ഡിഡ് ദ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ബ്ലോസം? ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ആരുടെ കാലഘട്ടത്തിലാണ് ആരംഭിച്ചത്? കനിഷ്കന്റെ കാലഘട്ടത്തിലാണ്. ദ ഫസ്റ്റ് തീർത്ഥാങ്കര ഓഫ് ദ ജെയിൻസ് വാസ്? ആദ്യത്തെ തീർത്ഥങ്കരൻ ആരാണെന്നുള്ളതാണ്. ഋഷഭ ആണ് ആദ്യ തീർത്ഥങ്കരൻ. 24 തീർത്ഥങ്കരന്മാരാണ്, അതിൽ ആദ്യത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭനാണ്. ദ ലാംഗ്വേജ് ഇൻ വിച്ച് ബുദ്ധ പ്രീച്ച്ഡ്? സെയിം ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ബുദ്ധന്റെ ഭാഷ ഏതായിരുന്നു? ബുദ്ധൻ ജനങ്ങളോട് സംസാരിച്ചിരുന്നത് ഏത് ഭാഷയിലായിരുന്നു? സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന പാലി ഭാഷയിലായിരുന്നു. വിച്ച് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ജൈനിസം? ജൈനിസത്തില് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വളണ്ടറി പ്രൊമോഷൻ ഓഫ് ഹ്യൂമൻ വെൽഫെയർ എന്ന് വെച്ചാൽ എന്താണ്? മനുഷ്യന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം നേടേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഗൗതമ ബുദ്ധ ആസ് എ പ്രിൻസ് വാസ് നോൺ ആസ്? അതായത് ഗൗതമ ബുദ്ധൻ ഒരു രാജകുമാരനായിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേരെന്താണ്? അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം. സിദ്ധാർത്ഥ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് അശോകാസ് ധമ്മ were taken from? അശോകന്റെ ധമ്മ അല്ലെങ്കിൽ ധർമ്മം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അശോകന്റെ ധർമ്മം എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അശോകാസ് ധമ്മ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മതത്തിൽ നിന്നല്ല എടുത്തിട്ടുള്ളത്. ഇന്ത്യയിലെ എല്ലാ റിലീജിയൻസിന്റെയും നല്ല വശങ്ങൾ എടുത്തിട്ടാണ് അദ്ദേഹം എന്തുണ്ടാക്കിയിട്ടുള്ളത്? അശോകാസ് ധർമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഉത്തരം ദ മോറൽ വെർച്യൂസ് ഓഫ് ഓൾ ഇന്ത്യൻ റിലീജിയൻസ് ഓഫ് ദാറ്റ് പീരിയഡ്. ഓക്കെ, next question. Mention the place where Buddha attained enlightenment. ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായത് എവിടെ വെച്ചിട്ടാണെന്നുള്ളതാണ്. ബുദ്ധഗയ ആണ് ഉത്തരം. ഓക്കെ, ബുദ്ധഗയയിലെ ഒരു ആൽമരത്ത് ചോട്ടിലിരിക്കുമ്പോഴാണെന്നാണ് സ്റ്റോറി. ബുദ്ധ മീൻസ്, ബുദ്ധ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ദ എൻലൈറ്റൻഡ് വൺ എന്നാണ്. ജ്ഞാനോദയം ലഭിച്ച ആൾ എന്നാണ് ബുദ്ധ എന്നതിന്റെ അർത്ഥം. ദ എൻലൈറ്റൻഡ് വൺ. Which of the following minor rock edicts of Ashoka describes the conquest of Kalinga by Ashoka? ഇനി അശോകന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കല്ലുകളില് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊത്തിവെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഏത് റോക്ക് എഡിക്റ്റിലാണ് അല്ലെങ്കിൽ ഏത് ശിലാശാസനമാണ് കലിംഗ യുദ്ധത്തെ കുറിച്ചിട്ട് വിവരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 13 13ാമത്തെ ശിലാശാസനത്തിലാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഓക്കെ, വേർ വാസ് ദ ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഹെൽഡ്? ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടന്നത് എവിടെ വെച്ചിട്ടാണ്? രാജഗൃഹ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ 8-fold path of Buddhism? ബുദ്ധിസത്തിലെ അല്ലെങ്കിൽ ബുദ്ധമതത്തിലെ അഷ്ടാംഗ അതിന്റെ മലയാളം? 8-fold path അല്ലെങ്കിൽ അഷ്ടാംഗ എന്തായിരുന്നു? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, റൈറ്റ് ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 8-fold path. അതിന്റെ മലയാളം എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
അപ്പൊ അതിൽ വരാത്തത് ഇതിലെ ഏതാണെന്നുള്ളതാണ്. റൈറ്റ് ഡിസയർ ആണ് ഉത്തരം. കാരണം റൈറ്റ് ടു സ്പീച്ച് ഉണ്ട്, റൈറ്റ് എഫേർട്ട് ഉണ്ട്, റൈറ്റ് കണ്ടക്ട് ഒക്കെ ആ 8 വരുന്നുണ്ട്. അപ്പൊ അതിൽ വരാത്തത് റൈറ്റ് ഡിസയർ ആണ്. ദ പെയിന്റിങ്സ് ഓഫ് അജന്ത ഡെപിക്ട്സ് ദ സ്റ്റോറീസ് ഓഫ്. അജന്ത ഗുഹയിലെ പെയിന്റിങ്സ് ഏത് കഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ജാതക കഥകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഓക്കെ. വെൻ അലക്സാണ്ടർ ഇൻവേഡഡ് ഇന്ത്യ, മഗധ വാസ് ബീയിങ് റൂൾഡ് ബൈ. അലക്സാണ്ടർ ഇന്ത്യ ആക്രമിച്ച സമയത്ത് മഗധയിലെ ഭരണാധികാരികൾ ആരായിരുന്നു എന്നുള്ളതാണ്. നന്ദന്മാരായിരുന്നു, ദ നന്ദാസ്. ഓക്കെ. ദ ലാസ്റ്റ് ഗ്രേറ്റ് റൂളിംഗ് ഡൈനാസ്റ്റി ഓഫ് മഗധ വാസ്. മഗധയിലെ അവസാനത്തെ പ്രഗത്ഭരായ എന്താണ് ഭരണാധികാരികൾ ആരായിരുന്നു എന്നാണ്. ഗുപ്തന്മാരായിരുന്നു. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് റെസ്പോൺസിബിൾ ഫോർ ദ റൈസ് ഓഫ് മഗധ. മഗധയുടെ ഉയർച്ചയ്ക്ക് കാരണം എന്തായിരുന്നു എന്നുള്ളതാണ്. കാരണക്കാരനായത് ആരാണ്? ബിംബിസാരനാണ്. ബിംബിസാരനാണ് മഗധയെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാക്കി മാറ്റുന്നത്. ഹു ഈസ് ദ ഓഥർ ഓഫ് ഇൻഡിക്ക. ഇൻഡിക്ക എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ആരാണ്? മെഗസ്തനീസ് ആണ്. വെൻ ഡിഡ് മൗര്യൻ എംപയർ ബിഗിൻ. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏത് വർഷത്തിലാണ്? 322 BC ആണ്. ഹൂ റോട്ട് മുദ്രരാക്ഷസ. മുദ്രരാക്ഷസ എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് ആരാണ്? വിശാഖദത്തനാണ്. വെൻ ഡിഡ് അശോക ഇൻവേഡ് കലിംഗ. അശോകൻ കലിംഗ ആക്രമിച്ചത് ഏത് വർഷത്തിലാണ്? 261 BC-യിലാണ്. വെൻ ഡിഡ് അശോക ഡൈ. അശോക ചക്രവർത്തി മരണപ്പെട്ടത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? 232 BC-യിലാണ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ദ മൗര്യൻ ഡൈനാസ്റ്റി. മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യനാണ്. ഫോർട്ട് വില്യം കോളേജ് ഫൗണ്ടഡ് ബൈ. ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത് ആരാണ്? വെല്ലസ്ലി പ്രഭുവാണ്. കൽക്കത്ത മദ്രസ ഫൗണ്ടഡ് ബൈ. കൽക്കത്ത മദ്രസ സ്ഥാപിച്ചത് ആരാണ്? ലോർഡ് വാരൻ ഹാസ്റ്റിംഗ് ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. ബനാറസിലെ സാൻസ്ക്രിറ്റ് കോളേജ് സ്ഥാപിച്ചത് ആരാണ്? ജൊനാഥൻ ഡങ്കൻ ആണ്. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്ന വർഷം ഏതാണ്? 1757 ആണ്.